ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീടിൻ്റെ പറമ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ഭാഗത്തുള്ള പറമ്പ്, അതിൽ കുറച്ച് മരങ്ങൾ, ചെടികൾ എല്ലാം ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ. അത് അവിടെ പച്ചമുളക്, ഒരു വഴുതന ഒക്കെ ഉണ്ട്. വഴുതനങ്ങ ഉണ്ടായി തുടങ്ങി. ഇവിടെ കറിവേപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പും തൈ കുറേ ഉണ്ട്. അത് കാരണം കടയിൽ നിന്ന് വാങ്ങിക്കൊന്നുമില്ല കറിവേപ്പ്. ഇത് കൊപ്പ തൈക്കളാട്ടാ. കൊപ്പയുടെ കുരു കൊണ്ടുവന്ന് ഇട്ടിട്ട് തന്നെ മുളച്ച് വന്നതാണതാ. എൻ്റെ ഇവിടെ ഒരു ഇരുമ്പുള്ളിയുടെ മരമുണ്ട്. കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി, കുറേശ്ശേ ഉള്ളൂ. ഇരുമ്പുള്ളിയുടെ സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് കുരുമുളക്, 5-6 കട കുരുമുളകുണ്ട്. അതിൽ നിന്ന് കിട്ടാറുണ്ട്, ഒരുവിധം നന്നായി കിട്ടാറുണ്ട്. അഞ്ചാറ് കട ജാതി ഉണ്ട് കേട്ടോ. 1-2 തൈ മാത്രം കൂടുതൽ കായ ഉണ്ടാവണുള്ളൂ. ഇതിന്മേലൊക്കെ കുറേശ്ശേ ഉണ്ടാവണുള്ളൂ. എന്നാലും എല്ലാ കൊല്ലം 3-4 പ്രാവശ്യം വീതം ജാതിക്ക കൊടുക്കും. വലിയ പറമ്പൊന്നുമല്ല കേട്ടോ. 16 സെൻറ്റ് സ്ഥലമുള്ളൂ. എന്നാലും അതിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. വാഴ, അതിൻ്റെ ഇടയിലൊക്കെ വാഴയുണ്ട്, ചേമ്പ്. പ്ലാവില്ല. പ്ലാവ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം ഉണങ്ങിപ്പോയിട്ട് മുറിച്ച് കളഞ്ഞു. ഒരു മാവുണ്ട് മാങ്ങ ഉണ്ടാവുന്നത്. ഇവിടെയായിരുന്നു പ്ലാവ്. വലിയ പ്ലാവായിരുന്നു. നല്ല ചക്കയായിരുന്നു അതിൻ്റെ. ഈ ജാതിമേ നന്നായിട്ട് ജാതിക്ക ഉണ്ടാവും കേട്ടോ എല്ലാ കൊല്ലവും. ചുറ്റും വീടുകളുണ്ട് കേട്ടോ. നിറച്ച് വീടുകളാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ. ഈ ജാതിമ കുറച്ച് കൂടുതലുണ്ട്. ഇത് ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല, കാട് പിടിച്ച് നിൽക്കണ കാരണേ. കാലത്ത് ജാതിക്കായൊക്കെ വന്ന് ചേട്ടൻ പറക്കി കൊണ്ടുപോയിട്ടാ. ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോഴും എനിക്ക് കുറച്ച് കിട്ടി. ജാതിക്കായൊക്കെ പൊട്ടി നിൽക്കുമ്പോൾ തന്നെ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അണ്ണാന്മാർ വന്ന് അല്ലെങ്കിൽ കിളികളൊക്കെ വന്ന് തിന്നു പോവും. നിലത്തേക്ക് വീണ കോഴികളും കൊത്തി തിന്നും. അപ്പോൾ നമ്മൾ വേഗം പൊട്ടിക്കണം. പൊളിഞ്ഞ് നിൽക്കണതൊക്കെ വേഗം ചെറിയ തോട്ടി കൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ജാതിക്കായ കിട്ടില്ല. ജാതിപത്രി കോഴികൾക്കും പക്ഷികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. ജാതിപത്രിക്കാണ് കൂടുതൽ വിലയുള്ളത്. അപ്പോൾ അത് പോവാണ്ട് പൊട്ടിച്ചെടുക്കണം എങ്ങനെയെങ്കിലും. ഇത് വലിയ കട കുരുമുളകാണ് കേട്ടോ. ഇതുമ്പോൾ തന്നെ 3-4 കിലോ കിട്ടി. ഇത് ഞാനിപ്പോൾ പറമ്പിൽ പോയിട്ട് കിട്ടിയ ജാതിക്ക. കാലത്ത് ചേട്ടനൊക്കെ പറക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ജാതിക്ക ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു 5-10 കായ വയ്ക്കും. എന്താ വെച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറുവേദന, ലൂസ് മോഷൻ എങ്ങാനും ഉണ്ടായാൽ ഇത് ചുട്ട് പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കഴിച്ചാൽ പെട്ടെന്ന് മാറും. ബാക്കിയുള്ളതാണ് ഞങ്ങൾ കൊടുക്കുള്ളൂ. ഇത് ഞാനിപ്പോൾ പറമ്പിൽ പോയിട്ട് കിട്ടിയതാണ്.
അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയ വീഡിയോ ആണ്. ഈ ജാതിക്കയുടെ തൊണ്ടുകൊണ്ട് ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു ദിവസം വേറെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം എൻ്റെ ഈ ചെറിയ പറമ്പിലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.